അപ്പോൾ പ്രോസിക്യൂഷൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ കുറ്റകൃത്യത്തിൽ ഗൂഢാലോചന നിലനിൽക്കും എന്ന് തന്നെയല്ലേ? പ്രോസിക്യൂഷൻ ഈ റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും, ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ, അല്ലേ? അരുൺകുമാർ, പ്രോസിക്യൂഷന് ആത്മവിശ്വാസമുണ്ട്. കാരണം അവർ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ 10 പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇപ്പോൾ കോടതി വെറുതെ വിട്ട 4 പ്രതികളും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന വിശ്വാസത്തിൽ തന്നെയാണ്, ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തുടർ നിയമ പോരാട്ടങ്ങളിലേക്ക് പ്രോസിക്യൂഷൻ നീങ്ങുന്നത്. ഇന്ന് വിധിപ്പകർപ്പ് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ അപ്പീൽ തയ്യാറാക്കാനുള്ള നീക്കം ആരംഭിക്കും. പരമാവധി 19-നകം തന്നെ അപ്പീൽ ഹൈക്കോടതിയിൽ എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും കൂടുതൽ അഭിഭാഷകരും ചേർന്ന് വിധി വിശദമായി പഠിക്കും. അതിനുശേഷമാകും അപ്പീൽ തയ്യാറാക്കുക. പഴുതുകളില്ലാത്ത അപ്പീലാകും തയ്യാറാക്കുക. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ്, രാജ്യം ഉറ്റുനോക്കുന്ന കേസാണ്. അതിൽ 8.25 വർഷത്തിന് ശേഷമാണ് വിചാരണ കോടതി വിധി പറയുന്നത്. നീണ്ട വിചാരണ, അതിനപ്പുറത്തേക്ക് ഇതിന്റെ നിയമ പോരാട്ടം തന്നെ അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ എത്തിയതാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധർക്കൊക്കെ ഈ കേസിനെ കുറിച്ച് കൃത്യമായി അറിയാം. അതുകൊണ്ട് അവരൊക്കെ വിധിയുടെ പകർപ്പിനായി കാത്തിരിക്കുന്നു. ഒപ്പം സർക്കാർ പോലും അതിൽ കൃത്യമായൊരു പ്രതികരണത്തിന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സിനിമാ മന്ത്രി അടക്കം തയ്യാറാകാത്തത് വിധിയുടെ പകർപ്പ് വരട്ടെ എന്നാണ്. എന്തുകൊണ്ട് ഈ കേസിലെ 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെ ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാനികളെന്ന് പറയുന്ന 4 പേരെ കോടതി വെറുതെ വിട്ടു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണമെങ്കിൽ വിധിയുടെ പകർപ്പ് വരണം. അതിൽ കൃത്യമായി ന്യായാധിപ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്താണ് കാരണമെന്ന്. നിലവിൽ തെളിവുകളുടെ അഭാവത്തിൽ എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം, ആ ചോദ്യമാണ് ഉത്തരം തേടുന്നത്. ആ വിധി പകർപ്പ് ലഭിച്ചാൽ അതിൽ ഒരുപക്ഷെ പ്രോസിക്യൂഷൻ പൊതു ഇടത്തിൽ വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം കോടതിയുടെ കണ്ടെത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണത്തിലേക്ക് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ തയ്യാറാകും. കാരണം ദിലീപിനെതിരെ അത്രയേറെ തെളിവുകൾ പൊതു ഇടത്തിൽ കിടക്കുന്നുണ്ട്. എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നതാകും ഇനി വിശദമായി പരിശോധിക്കുക. ഏതായാലും ഇത് വലിയ പോരാട്ടത്തിന്റെ ദിവസമാണ് ഇന്ന് തുടക്കമാകുന്നത്. ഇന്ന് തുടങ്ങും. റോഷി, ഇപ്പോൾ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ മറുഭാഗത്ത് ദിലീപും ഒരു നീക്കത്തിൽ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ ഇതിൽ കൗതുകകരമായ ഒരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വിധി വരുമ്പോൾ ആ വിധിയിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചു എന്നാണ് ജഡ്ജി ചൂണ്ടിക്കാട്ടുന്നത്. പകരം ദിലീപ് സംശയത്തിനതീതമായി കുറ്റമുക്തനാക്കപ്പെട്ടു എന്നൊരു ഭാഗം ഇല്ലെങ്കിൽ ദിലീപിനത് കുരുക്കാവും, ദിലീപിന് മേൽ നടപടികളിലേക്ക് പോകുന്നതിന് തടസ്സമാവും. കാരണം തെളിവുകളുണ്ടെങ്കിലും തെളിവുകൾ സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അതായത് സംശയാതീതമായി കുറ്റം സ്ഥാപിക്കാൻ, തെളിവുകൾ നിരത്തി കുറ്റം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിധിന്യായത്തിലുള്ളതെങ്കിൽ ദിലീപിനെ സംബന്ധിച്ച് ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ, അതായത് പോലീസ് ഗൂഢാലോചന നടത്തി എന്ന വാദവുമായി കോടതിയിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് സജോ, ഈ വിധിപ്പകർപ്പ് പ്രോസിക്യൂഷനും നിർണായകമാണ്, ദിലീപിനും നിർണായകമാണ്, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഉറപ്പായും. അതായത് ആയിരക്കണക്കിന് പേജുകളുള്ള വിശദമായ വിധിന്യായത്തിന്റെ പകർപ്പായിരിക്കുമെന്ന് പുറത്തു വരിക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ കേസിൽ പ്രോസിക്യൂഷൻ കേസ് എന്ന് തന്നെ പറയുന്നത് കൊട്ടേഷൻ ബലാത്സംഗം, അതായത് കൃത്യമായ ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ നൽകി നടത്തിയ അതിക്രമം എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. അതിൽ 8ാം പ്രതി അടക്കമുള്ള 6 പ്രതികളല്ലാത്ത അവശേഷിച്ച പ്രതികളെ കോടതി വിട്ടയക്കുന്നു. അതിന്റെ കാരണം എന്താണ് കോടതി കണ്ടെത്തിയത് എന്നത് വളരെ പ്രസക്തമാണ്. ഒന്ന്, ഇതിൽ തെളിയിക്കാൻ, അതായത് മതിയായ തെളിവുകൾ കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമാണ് കണ്ടത്. അങ്ങനെ വരുമ്പോൾ സംശയത്തിന്റെ ആനുകൂല്യം, അതായത് പഴയ IPC ആണ്. അപ്പോൾ അതിൽ 120B എന്നതാണ് ഗൂഢാലോചന വകുപ്പ്. ആ 120B ഒരു പ്രതിക്ക് ബാധകമാകുമ്പോൾ മറ്റ് വകുപ്പുകളെല്ലാം അതേ പ്രതിക്ക് ബാധകമാകും. അതാണ് ഈ IPC 120 എന്നത്. ആ ചാർജാണ് ഉള്ളത്. ഇപ്പോൾ BNS ആണ്. നേരത്തെ IPC ഉള്ള സമയത്ത് നടന്ന കേസാണല്ലോ. അപ്പോൾ ആ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കോടതിയിൽ തെളിയാതിരുന്നതിന്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്ന് വിശദമായ വിധി പകർപ്പ് വരുമ്പോൾ വ്യക്തമാകും. അതായത് പ്രോസിക്യൂഷൻ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു എന്നത് കൊട്ടേഷൻ ബലാത്സംഗം എന്നതാണ്. 8ാം പ്രതി ഇതിൽ ഈ ഇരയോടുള്ള, വിക്ടിമിനോടുള്ള പകയും വിദ്വേഷവും നിമിത്തം ആസൂത്രിതമായി ഒരു കൊട്ടേഷൻ നൽകുന്നു ഇത്തരം ഒരു കൃത്യം നടത്താൻ, അതിക്രമം നടത്തിയതിനു ശേഷം അതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക. ഇതായിരുന്നു കൊട്ടേഷൻ. അത് പക്ഷേ കോടതിയിൽ തെളിഞ്ഞില്ല എന്നാണ് നേരത്തെ ഇതിൽ കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്ന ഘട്ടത്തിലെ കോടതിയുടെ പരാമർശം എന്നത്. അതെന്തുകൊണ്ട് എന്നത്, അതിന്റെ ഗ്രൗണ്ട് എന്താണ് കോടതി പരിഗണിച്ചതെന്നത് ഈ വിശദമായ വിധിപ്പകർപ്പ് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അപ്പീലിന്റെ കാര്യത്തിൽ സർക്കാരും പ്രോസിക്യൂഷനും ഇതിനകം വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഉറപ്പായും അപ്പീലിലേക്ക് പോകും. അതിന്റെ കൃത്യമായ ടൈം പീരീഡ് പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ ഈ വിധിപ്പകർപ്പ് നിയമവിദഗ്ധർ വിശദമായി പഠിക്കണം. അതിനുശേഷം അപ്പീലിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ തെളിവുകളുടെ പരിമിതി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമാണെങ്കിൽ ഉറപ്പായും അപ്പീൽ സാധ്യത കൂടുതൽ തെളിയുകയാണ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിലെ
സംശയത്തിന്റെ ആനുകൂല്യമാണ് മറ്റ് പ്രതികൾക്ക്, ദിലീപ് അടക്കമുള്ള മറ്റ് പ്രതികൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ മേൽക്കോടതികളിലേക്ക് വളരെ വിശദമായ ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകും. അതല്ലാതെ ഈ കാര്യത്തിൽ അത് ഉറപ്പായും അതിന്റെ വിധിപ്പകർപ്പ് വരട്ടെ, എന്താണ് കോടതി കണ്ടെത്തിയത് എന്ന ഗ്രൗണ്ട് ഉറപ്പായും മനസ്സിലാകും. മറ്റൊന്ന് പ്രധാനപ്പെട്ടത്, ഈ അതിക്രമം നടത്തിയ പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്ന വാദമായിരിക്കുമല്ലോ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഉന്നയിക്കുക. 20 വർഷം അടക്കമുള്ള അതിൽ ഇതിനകം അനുഭവിച്ച 7 വർഷം അല്ലെങ്കിൽ 7.5 വർഷം 6.5 വർഷമൊക്കെ കുറച്ചാൽ അത് കഴിഞ്ഞുള്ള ശിക്ഷ സ്വാഭാവികമായും പ്രതികൾ അനുഭവിക്കേണ്ടി വരും. അത് പൾസർ സുനി അടക്കമുള്ള 1 മുതൽ 6 വരെ പ്രതികൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും, പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്ന നൽകണം എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതിയിൽ അംഗീകരിക്കപ്പെടുമോ? ആദ്യം ഈ പ്രതികളെ എത്തിച്ചതിന് ശേഷം ഒരു ഹിയറിംഗിലേക്കായിരിക്കും പ്രാഥമികമായി പോവുക. അത് കേട്ടതിന് ശേഷം ഒരു പക്ഷേ കുറച്ചുകൂടി സമയമെടുത്തതിന് ശേഷമായിരിക്കും വിധി പ്രസ്താവത്തിലേക്ക് പോവുക. അത് പക്ഷേ ആയിരക്കണക്കിന് പേജുകളുള്ള വിധി പ്രസ്താവമാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ കേസിന്റെ മോട്ടീവ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് തെളിയിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം ലഭിക്കും. അത് തുടർന്നുള്ള നിയമ പോരാട്ടങ്ങളിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒന്നാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇനി അല്പസമയത്തിനുള്ളിൽ പുറത്തു വരിക. വരുന്ന വിധിയുടെ പകർപ്പിലാണ് അതിനകത്ത് കണ്ടന്റിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളാണ് അറിയുക. നിലവിലുള്ള സാധ്യത അനുസരിച്ച് ജീവപര്യന്തം വരെ 6 പ്രതികൾക്കും വിധിക്കാനാണ് സാധ്യത. അവർ 6.5 വർഷം ജയിലിൽ കിടന്നു എന്നുള്ളതൊന്നും അവരുടെ ജീവപര്യന്തം വിധിക്കുള്ള ഒരു ഇളവാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ നമ്മൾ കരുതുന്നു.